ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UI/UX ഫീൽഡിനെ പറ്റിയിട്ടാണ്. UI/UX എന്താണ്, UI/UX ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഫ്രഷറാണ്, ഈ ഒരു ഫീൽഡിലേക്ക് UI/UXിലേക്കൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ഞാൻ എന്താ ഡിസ്കസ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ. ഓൾസോ യു ക്യാൻ മെൻഷൻ ഇൻ ദ കമൻറ്റ്സ്. ഞാൻ അതിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ടാവും. സോ വി ക്യാൻ സ്റ്റാർട്ട് ദ വീഡിയോ. ഇപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് UI/UX എന്താണെന്നുള്ളതാണ്. സോ എല്ലാവർക്കും ചെറുതായിട്ടൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഗ്രാഫിക് ഡിസൈനിങ്ങും UI/UXും സെയിം ആണ് എന്നുള്ള രീതിയിലാണ്. സംവാട്ട് സിമിലർ ആണ് എന്നുള്ളതൊക്കെ സിമിലർ ആണ്, ബട്ട് ഇത് രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ജോബാണ്. അതാണ് ആദ്യം എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളത്. ബിക്കോസ് നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയിൽ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള UI/UX കോഴ്സ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് UI/UX കോഴ്സ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ UI/UX ഗ്രാഫിക് ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞ ഒരു കോംബോ പോലത്തെ ഒരു രീതിയിലാണ് കോഴ്സസ് വരുന്നത്. സോ ആക്ച്വലി UI/UX എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നമുക്കൊരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റ് അടുത്ത് നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും ആൾ നേരത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആൾ പഠിച്ച കോഴ്സിനകത്ത് UI/UXും ഗ്രാഫിക് ഡിസൈനിങ് ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷേ ആൾ കൂടുതലും പഠിച്ചത് ഗ്രാഫിക് ഡിസൈനിങ് ആയിരുന്നു. അതായത് ഫോട്ടോഷോപ്പ് അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. ഫിഗ്മയുടെ ബേസിക്സ് ആണ് പഠിച്ചത്. UI/UXിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു എക്സ്റ്റെൻറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഗ്മ യൂസ് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അറിയാമെന്നും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും UI/UXിനെ പറ്റി ഫുൾ എക്സ്പോഷർ കിട്ടാത്തത് പോലെയാണ് ആൾ നമ്മുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ആൾ വേറെ ജോബ് നോക്കിയപ്പോഴത്തേക്ക് ആൾക്ക് ജോബ് കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നിട്ട് പിന്നീട് നമ്മുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള UI/UX കോഴ്സ് എടുത്തത്. അപ്പോൾ UI/UX കോഴ്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിൻലി നിങ്ങളൊരു UI/UX ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെ എടുക്കുക. നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആദ്യം ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവണം. നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിലേക്കാണോ മൂവ് ചെയ്യേണ്ടത് അതോ UI/UXിലേക്കാണോ മൂവ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ലോഗോ, പോസ്റ്റർ ഡിസൈനിങ് അതൊക്കെയാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു കാണുമ്പോൾ ഒരു ക്യാച്ചി ആയിട്ടുള്ളൊരു കാര്യം, ലുക്ക് ഉണ്ട് എന്ന് തോന്നുന്നൊരു സംഭവം മാത്രമാണ് അതിൽ വരുന്നത്. അതിലൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമോ മൂവ്മെൻറ്റോ ഒന്നും വരുന്നില്ലല്ലോ അതിൻ്റെ അകത്ത്. നമ്മളിപ്പോൾ ഒരു UI/UX ഒക്കെ നമ്മൾ കൂടുതൽ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ടോ ആപ്പിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അതിൽ തന്നെ കൂടുതൽ ഇൻട്രാക്ഷൻസ് വരുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ആപ്പ് എടുക്കുന്നു, ആപ്പ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു, അതിൽ ഓരോ ബട്ടൺസ് നമ്മൾ ടാപ്പ് ചെയ്യുന്നു, നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകുന്നു. അങ്ങനത്തെ കുറേ ഒരു ഇൻട്രാക്ഷൻ ഈ പറഞ്ഞ UI/UXിൽ വരുന്നുണ്ട്. പക്ഷേ ഒരു പോസ്റ്റർ ഡിസൈനിങ്ങിൽ അത്രത്തോളം ഒരു ഇൻട്രാക്ഷൻ ഇല്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഒരു ഫീൽ, നമുക്കത് കാണുന്നു, അട്രാക്റ്റീവ് ആണോ ക്യാച്ച് ആണോ അങ്ങനത്തെ ഒരു എലമെൻറ്റ് മാത്രം നമുക്ക് തിങ്ക് ചെയ്താൽ മതി. കൂടുതൽ ഫാക്ടേഴ്സിലേക്ക് ഒരു യൂസർ പെർസ്പെക്റ്റീവിൽ ഒരു യൂസറിൻ്റെ ഒരു യൂസബിലിറ്റി വെച്ചിട്ട് അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒന്നും ഒരു ഗ്രാഫിക് ഡിസൈനിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഡിസൈൻ പ്രോസസ്സ്, ഡിസൈൻ തിങ്കിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഡിസൈൻ തിയറീസ്, ഇതൊന്നും ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളല്ല. പക്ഷേ UI/UXിൽ വരുമ്പോഴത്തേക്കും അതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടോപ്പിക്സും, ഈ രണ്ട് പ്രൊഫഷനും രണ്ട് ഡിഫറെൻറ്റ് പ്രൊഫഷനാണ്. കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഡിസൈനിങ് എന്നുള്ളൊരു സംഭവം മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ഡിസൈനിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ രണ്ട് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. പക്ഷേ രണ്ട് ജോബും എൻറ്റയർലി രണ്ട് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതാണ് ആദ്യം എനിക്ക് ക്ലിയർ ആവുള്ളത്. ബിക്കോസ് എനിക്ക് കോഴ്സിൻ്റെ എൻക്വയറീസ് ഒക്കെ വരുമ്പോൾ നോർമലി സ്റ്റുഡൻറ്റ് ചോദിക്കുന്ന കാര്യമാണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ, ഗ്രാഫിക് ഡിസൈനിങ് ഇതിൻ്റെ കൂട്ടത്തിൽ പഠിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ഇത് കുറച്ചും കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് UI/UX. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ജോബ്, നമ്മൾ ഡെഫിനറ്റ്ലി ഇത് പഠിക്കുന്നത് ഒരു ജോബിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ജോബ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂ പ്രോസസ്സ് രണ്ടും രണ്ടാണ്. ഇപ്പോൾ നമ്മൾ UI/UXിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് കൈൻഡ് ഓഫ് ഒരു 3 to 4 റൗണ്ട് ഇൻ്റർവ്യൂ ഒക്കെ വരും. അതിൽ മുഴുവൻ അവർ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഡിസൈൻ തിങ്കിങ്, നമ്മുടെ തിങ്കിങ് പെർസ്പെക്റ്റീവ്സ്, നമ്മുടെ ഡിസൈൻ പ്രോസസ്സ്, അതൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഗ്രാഫിക് ഡിസൈനിങ്ങിൽ വരുമ്പോഴത്തേക്കും ഇത്രത്തോളം ഒരു ലെവൽ ഓഫ് ചെക്കിങ്ങോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കൊരു അവരൊരു കോൺസെപ്റ്റ് വരും, നമ്മളത് ഡിസൈൻ ചെയ്ത് ടാസ്ക് ചെയ്താൽ അവർക്ക് ആ പോസ്റ്റർ ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മൾ എടുക്കും. അത്രേ ഉണ്ടാകത്തുള്ളൂ. ഒരു സിമ്പിൾ പ്രോസസ് ആയിരിക്കും ഗ്രാഫിക് ഡിസൈനിലത്തെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. പക്ഷേ UI/UXിൽ വരുമ്പോൾ ഈ 3 to 4 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഓരോ സ്കിൽസ്, നമ്മുടെ പെർസ്പെക്റ്റീവ്സ് എല്ലാം അനലൈസ് ചെയ്യുന്നതാണ്. സോ ഡെഫിനറ്റ്ലി രണ്ട് ഫീൽഡാണ്. അതാണ് ആദ്യം എനിക്ക് ക്ലാരിറ്റി തരേണ്ട ഒരു കാര്യം. പിന്നെ UI/UX എന്താണെന്നുള്ളതാണ് ഞാനിത് പറഞ്ഞു തുടങ്ങിയത്. സോ UI എന്ന് പറയുമ്പോഴത്തേക്കും യൂസർ ഇൻ്റർഫേസ് ആണ്. നമ്മൾ വിസിബിളി കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ് നമ്മൾ UI-യിൽ വരുന്ന കാര്യങ്ങൾ. അതായത് എസ്തെറ്റിക്കലി നമ്മൾ ഉള്ള കാര്യങ്ങളെല്ലാം UI-യിൽ വരുന്നതാണ്. UX എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ ഒരു ആപ്പിൽ കയറുമ്പോഴത്തേക്കും നമുക്കത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റണം, നമുക്കത് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കാൻ തോന്നണം. അങ്ങനത്തെ കുറേ യൂസബിലിറ്റി, ഒരു യൂസർ യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഈസിനെസ് എന്നൊക്കെ ഉള്ള ഫാക്ടേഴ്സൊക്കെയാണ് യൂസർ എക്സ്പീരിയൻസിൽ വരുന്നത്. ഒരാളുടെ ഒരു യൂസറിൻ്റെ എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് യൂസർ എക്സ്പീരിയൻസിൽ വരുന്നത്. അതെല്ലാം നമ്മൾ ഓരോ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് വഴിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും നിങ്ങളൊരു UI/UX കോഴ്സിൽ പഠിക്കുന്നുണ്ടാവുന്നത്. പിന്നീട് കോമൺലി എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, ആർക്കൊക്കെ UI/UX ജോബിലേക്ക് വരാൻ പറ്റും, ആർക്കൊക്കെ UI/UX കോഴ്സ് പഠിക്കാൻ പറ്റും എന്നുള്ളത്.
എല്ലാ ഫീൽഡിലുള്ള ആൾക്കാർക്ക് ഇത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ ഡിസൈനിങ്ങിൽ തന്നെ വേറെ ഏതെങ്കിലും ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് ചോദിച്ചു. ബിക്കോസ് നമുക്ക് കോമൺലി വരുന്ന എൻക്വയറീസ് ഇപ്പോൾ ഓൾറെഡി ഒരു ഫാഷൻ ഡിസൈനറാണ്, അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനറാണ്, ആർക്കിടെക്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഡിസൈനിങ് മേഖലയിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ UI/UX അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ കൂടുതലും UI/UXലേക്ക് വരുന്നതായിട്ടുള്ളതാണ് നമുക്ക് കൂടുതൽ എൻക്വയറീസ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ എല്ലാവർക്കും UI/UX പഠിക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾ BA പഠിച്ചു, BCom പഠിച്ചു, BSc പഠിച്ചു, ഏത് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ബേസിക് ആയിട്ടൊരു ഡിസൈനിങ്ങിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് UI/UX പഠിക്കാവുന്നതേ ഉള്ളൂ. അതിലത്തെ ജോബ് നോക്കാൻ പറ്റും. പിന്നെ വരുന്നൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ക്രിയേറ്റീവ് അല്ല, എനിക്ക് അത്രത്തോളം ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല, ക്രിയേറ്റീവ് ആവണോ UI/UXൽ വരാനെന്നുള്ളൊരു ക്വസ്റ്റ്യൻ കോമൺലി കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ Q&A ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ Q&Aയിൽ വന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഇനിയും ഈ ഒരു ഫീൽഡിൽ വരാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രിയേറ്റീവ് ആവേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലത് തന്നെയാണ്. ക്രിയേറ്റീവ് അല്ലാത്ത ആൾക്കാർക്കും UI/UX പഠിക്കാം. എന്താണെന്ന് വെച്ചാൽ UI/UXൻ്റെ അകത്ത് കുറേ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്, കുറേ ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കുറേ പ്രോട്ടോകോൾസ്, കുറേ ഫ്രെയിം വർക്ക്സ്, കുറേ തിയറീസ്, ഇതെല്ലാം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സംഭവങ്ങൾ നമ്മൾ അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളൊരു കോഴ്സിൽ പഠിക്കുന്നുണ്ടാവുന്നത്. ലൈക്ക് എന്താണിത് ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ്, എങ്ങനെയായിരിക്കണം ഇത് ഡിസൈൻ ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് വേ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ്, പ്രോസസ്സ് എന്താണ്, ഇതിനെല്ലാത്തിലും ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട്. മെജോറിറ്റി ഓഫ് ദ കമ്പനീസും എല്ലാ കമ്പനീസും ആ ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ്സ് ഫോളോ ചെയ്ത് തന്നെയായിരിക്കും UI/UX ചെയ്യുന്നുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റി ഭയങ്കര വേണമെന്നില്ല. ക്രിയേറ്റിവിറ്റി ഉള്ളത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് ഇപ്പോൾ നമ്മളൊരു കമ്പനി എടുത്ത് നോക്കുമ്പം എല്ലാ കമ്പനീസും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടാറില്ല ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട്. എപ്പോഴും അവർ നോക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ ചെയ്തു പോകുക എന്നുള്ളതാണ്. അപ്പോൾ ചില കമ്പനീസ് കുറച്ച് ഇന്നോവേറ്റീവ് ആവാനും ക്രിയേറ്റീവ് ആവാനൊക്കെ നോക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ക്രിയേറ്റീവ് എലമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് എല്ലാ കമ്പനീസിനും ഉണ്ടാവത്തില്ല. ഞാനത് അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്കൊരു പ്രോജക്റ്റ് UI/UX റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് നമുക്ക് കിട്ടുന്നു, പ്രോജക്റ്റ് കിട്ടുന്നു, അതിനൊരു ചെറിയൊരു ഡെഡ് ലൈൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു പ്രോജക്റ്റിന് ഒരു പർട്ടിക്കുലർ ടൈം ലൈൻ ഉണ്ടാവും. അത് എപ്പോഴും കുറച്ച് ഡ്യൂറേഷൻ ഉണ്ടാവത്തുള്ളൂ. ആ ഒരു കുറച്ച് ടൈമിൽ നമുക്കിത് മുഴുവൻ ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം മാത്രമേ അതിനകത്ത് ഉണ്ടാവത്തുള്ളൂ. അതിൻ്റെ അകത്തുള്ള ക്രിയേറ്റീവ് ആസ്പെക്റ്റ് എല്ലാം പുതിയൊരു കോൺസെപ്റ്റൊക്കെ ബിൽഡ് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള ടൈം മെജോറിറ്റി കണ്ടീഷൻസിൽ ഉണ്ടാവത്തില്ല. ബിക്കോസ് ഇതെല്ലാം ചെയ്ത് ഉടൻ തന്നെ ആ ഒരു പ്രോഡക്റ്റ് ലൈവ് ആക്കാൻ വേണ്ടിയിട്ട്, ആപ്പോ വെബ്സൈറ്റൊക്കെ ലൈവ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു കമ്പനി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുതിയൊരു കോൺസെപ്റ്റ് തിങ്ക് ചെയ്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യാനായിട്ടുള്ളൊരു സ്പേസും ടൈമും മണി എഫേർട്ട് അതൊന്നും ആ ഒരു കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ്സ് ഫോളോ ചെയ്ത് നമ്മൾ ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങളിത് ചെയ്ത് വരുമ്പോഴും നിങ്ങളൊരു കോഴ്സ് പഠിക്കുമ്പോഴും പാരലലി നിങ്ങളുടെ തിങ്കിങ് സ്കിൽസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് ഡെവലപ്പ് ആയി വരുന്നുണ്ടാവും. പാരലലി നിങ്ങൾ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ഡെഫിനറ്റ്ലി ആവാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഡിസൈനിങ്ങിനോട് ഇഷ്ടം ഉണ്ടാവണം. ഡിസൈനിങ്ങിൻ്റെ ഇഷ്ടം ഈ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സ് വെച്ച് നിങ്ങൾക്ക് UI/UX പഠിക്കാൻ പറ്റും. പാരലലി ബാക്കിയുള്ള സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഭയങ്കര ക്രിയേറ്റീവ് ആവണമെന്നില്ല. ബിക്കോസ് നമ്മൾ ഇതിലത്തെ ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ്സൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡിസൈനിനോട് താല്പര്യം ഉണ്ടായാൽ മാത്രം മതിയാവും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ UI/UX ഫീൽഡിൽ. ഞാനിപ്പോൾ ഈ ഒരു ക്രിയേറ്റിവിറ്റീൻ്റെ പോയിന്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് നമ്മുടെ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് പോയാൽ മതി എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ സ്കിൽസ് ആണ് UI/UXലേക്ക് വരുമ്പോഴത്തേക്ക് ഒരാൾക്ക് വേണ്ടത്? വരുമ്പോഴേ ഈ സ്കിൽസ് ഉണ്ടാവണമെന്നില്ല, പയ്യെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാലും മതി. അപ്പോൾ അത് എന്തൊക്കെയായിരിക്കും വേണ്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതും കോമൺലി എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, സ്റ്റുഡൻസ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ബേസിക്കലി നമുക്ക് UI/UXൽ കുറേ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ബിക്കോസ് നമ്മളൊരു UI/UX ഡിസൈനർ എന്നുള്ള രീതിയിൽ നമ്മൾ ജോബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടുത്തെ ഡെവലപ്പറിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടി വരും, മേ ബി നമ്മുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടി വരും, നമ്മുടെ പ്രോജക്റ്റ് ഹെഡിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടി വരും. അങ്ങനെ കുറേ കമ്മ്യൂണിക്കേഷൻ വരുന്നൊരു ഫീൽഡാണ് UI/UX എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്കിതിനകത്ത് കുറേ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ ആവശ്യമാണ്. നമ്മുടെ ഐഡിയ മാത്രമല്ല ഇത്, നമ്മൾ പല ആൾക്കാരുടെ ഇൻപുട്സ് എല്ലാം നമ്മൾ എടുത്ത് വെച്ച് ആ ബിസിനസ്സിന് എന്ത് വേണമെന്നുള്ള ഗോൾസും ആ ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കി കുറേ ബ്രെയിൻ സ്റ്റോമിങ് ഡിസ്കഷനും കുറേ തിങ്കിങ്ങും കുറേ കമ്മ്യൂണിക്കേഷനൊക്കെ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഫൈനൽ സംഭവത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുക. ഇൻട്രാക്ട് ചെയ്ത് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു കൊളാബറേഷൻ വരുന്നത്. സോ കൊളാബറേഷൻ നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു വ്യക്തിയായിരിക്കണം. ബിക്കോസ് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടും പല ടീമായിട്ടൊക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് UI/UX. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ ഇതൊക്കെ ഓരോ സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണ് UI/UXൽ വേണ്ടത്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ UI/UX പഠിച്ച് വരുമ്പോഴും ഓരോ പ്രോജക്ട്സിൽ വർക്ക് ചെയ്ത് വരുമ്പോഴും നിങ്ങൾക്ക് പിന്നീട് പയ്യെ നിങ്ങളുടെ തിങ്കിങ് സ്കില്ല് ഡെവലപ്പ് ആവുന്നുണ്ടാവും,
പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഈ തിങ്കിങ് സ്കില്ലും പ്രോബ്ലം സോൾവിംഗ് സ്കില്ലൊക്കെ UI UXൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓരോ പ്രോജക്ട്സ് നിങ്ങൾ വർക്ക് ചെയ്ത് വരുമ്പോൾ മാത്രമേ അതിലത്തെ ഓരോ ചാലഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിൽ ആ ഒരു പ്രോജക്റ്റിന് എന്തൊക്കെയായിരിക്കും റിക്വയർമെൻറ്റ്സ് വേണ്ടത്, അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഓരോ എക്സ്പോഷർ കിട്ടുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആ എക്സ്പോഷറിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ തിങ്കിങ് സ്കില്ലും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലെല്ലാം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ജനറിക് ആയിട്ട് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, തിങ്കിങ് സ്കിൽ, ഇതൊക്കെയാണ് UI UXൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത്. ഈവൻ ദോ ഇല്ലെങ്കിലും നിങ്ങൾക്ക് പയ്യെ പ്രോജക്ട്സ് എല്ലാം ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഞാനിപ്പോൾ ഈ സ്കിൽസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ സ്കിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാരലലി ഓരോ പ്രോജക്ട്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് വരാമെന്ന് പറഞ്ഞു. നിങ്ങളൊരു കോഴ്സ് എടുക്കുമ്പോഴും അത് നിങ്ങളുടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഒരു ഫൗണ്ടേഷൻ ആയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കോഴ്സ് പഠിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ആയിട്ടുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സ് ആയിരിക്കണം. ചുമ്മാ ഒരു പ്രാക്ടിക്കൽ പ്രോജക്റ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു സ്ട്രോങ് പോർട്ട്ഫോളിയോ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ഒരു എക്സ്പോഷർ ഒന്നും കിട്ടാത്തൊരു കോഴ്സിൽ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യരുത്. അതായത് കംപ്ലീറ്റ്ലി പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ളൊരു കോഴ്സിൽ UI UXനൊക്കെ വേണ്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. 100% ഷുവറാണ്. ഈ പ്രീ റെക്കോർഡഡ് കോഴ്സസിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഫിഗ്മ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, UI UXൽ ഇന്ന കാര്യങ്ങളുണ്ട്, നിങ്ങൾ കുറേ കാര്യങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, കുറേ കാര്യങ്ങൾ കാണുന്നു, ഈ ഒരു ടൂൾ ഇങ്ങനെ ഇരിക്കും എന്നുള്ളൊരു എക്സ്പോഷർ മാത്രമേ കിട്ടത്തുള്ളൂ. ആ ഒരു പ്രീ റെക്കോർഡഡ് കോഴ്സ് വെച്ചിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു ജോബിൽ കയറാൻ പറ്റത്തില്ല. ബിക്കോസ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് കുറേ ബ്രെയിൻ സ്റ്റോമിംഗ് ഉണ്ട്. ഒരു റെക്കോർഡഡ് വീഡിയോയിൽ ബ്രെയിൻ സ്റ്റോമിംഗ് നടക്കത്തില്ലല്ലോ, ബിക്കോസ് നിങ്ങളിത് മുഴുവൻ കേട്ടോണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ വേറെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ UI UXൽ ഈ ബ്രെയിൻ സ്റ്റോമിംഗ്, ഐഡിയാസ്, തിങ്കിങ് സ്കിൽ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഒരു ഓഫ്ലൈൻ കോഴ്സിലോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള 1-on-1 ട്രെയിനിങ്ങിലോ എന്തെങ്കിലും ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു കൊളാബറേഷൻ എഫേർട്ടൊക്കെ ഉണ്ടാവേണ്ടതാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അങ്ങനെ പ്രിഫർ ചെയ്യാം. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് ആണ്. ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സസ്, ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, UI UX ആയിക്കോട്ടെ, ഈ പറഞ്ഞ എല്ലാ കോഴ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പേഴ്സണൽ ട്രെയിനിങ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ജോബ്സ് എല്ലാം തന്നെ ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഈ പറഞ്ഞ ജോബ്സിലേക്കൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സ്കില്ലാണ് ഈ ജോബ്സിനൊക്കെ മാറ്റർ ചെയ്തത്. അപ്പോൾ സ്കില്ലെന്ന് പറയുമ്പോൾ അതിലെപ്പോഴും ഇതുപോലത്തെ ഓരോ സ്കിൽസ്, തിങ്കിങ് സ്കില്ലും നമ്മുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു പേഴ്സണൽ ട്രെയിനിങ്ങിൽ പഠിക്കുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ബിക്കോസ് നമ്മളൊരു 1-on-1 ഇൻട്രാക്ഷനിൽ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്കത് പല പല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തിങ്കിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ആ ഒരു 1-on-1 ട്രെയിനിങ് വഴി. അപ്പോൾ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു 1-on-1 ട്രെയിനിങ് സെഷനിൽ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ടാസ്ക്കായിട്ട് അസൈൻ ചെയ്യുന്നുണ്ട്. പല പല ചാലഞ്ചസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ചാലഞ്ചസ് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിലും അത് സോൾവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊരു എക്സ്പോഷർ കിട്ടുന്നുണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിന് എന്തൊക്കെ ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു ഫുൾ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. പെർസ്പെക്റ്റീവ് കിട്ടുന്നതിനുപരി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് അതിൻ്റെ പല ആംഗിൾസ് മനസ്സിലാവുന്നുണ്ടാവും. ആ ഒരു ഇൻപുട്ട് UI UXലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഇതുപോലത്തെ ഒരു ഓഫ്ലൈൻ കൊളാബറേറ്റീവ് ആയിട്ടുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ലൈവ് പ്രോജക്റ്റോ പോർട്ട്ഫോളിയോ ബിൽഡിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നിങ്ങളുടെ തിങ്കിങ് സ്കില്ലും ബാക്കിയുള്ള ഫൗണ്ടേഷനും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സിൽ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യാം. ഞാൻ ഒരിക്കലും പ്രീ റെക്കോർഡഡ് കോഴ്സ് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് UI UX എന്ന് അറിയത്തില്ല, UI UX എന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പ്രീ റെക്കോർഡഡ് കോഴ്സ് എടുക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പക്ഷെ അതൊരിക്കലും നിങ്ങൾക്കൊരു വെൽ പെയ്ഡ് ആയിട്ടുള്ളൊരു ജോബിൽ കയറാനുള്ളൊരു സംഭവം ആവത്തില്ല. ബിക്കോസ് വെൽ പെയ്ഡ് ആയിട്ടുള്ളൊരു ജോബിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു തിങ്കിങ് സ്കില്ലും സ്ട്രോങ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോയും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടായാൽ മാത്രമേ അത് ഇനീഷ്യലി പോസിബിൾ ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പറഞ്ഞ പ്രീ റെക്കോർഡഡ് കോഴ്സസ് എല്ലാം നിങ്ങൾക്ക് ബേസ് ആയിട്ട് വെക്കാം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എഫേർട്ടും സെൽഫ് ലേണിങ്ങും ബാക്കിയുള്ള പിന്നീടുള്ള ഒരു സ്റ്റഡീസും എല്ലാം നിങ്ങൾ കൊണ്ടുപോയാൽ മാത്രമേ ഒരു ബെറ്റർ ജോബിൽ കയറാൻ പറ്റുള്ളൂ. ജോബിൽ കയറാൻ പറ്റില്ല എന്നുള്ളതല്ല, എന്ത് ജോബിൽ കയറുന്നു, എത്ര സാലറി ഉള്ള ജോബിൽ കയറുന്നു, അതാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ജോബിൽ കയറുന്നൊരു സിനാരിയോ പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്കിപ്പോൾ ജോബ്സിൽ ഞാൻ നേരത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു 3 to 4 റൗണ്ട് ഇൻ്റർവ്യൂ ഒക്കെ ആയിരിക്കും നല്ലൊരു കമ്പനിയിൽ വരുന്നത്. നല്ലൊരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു മിഡ് ഹയർ ലെവൽ കമ്പനീസ്, നമ്മളിപ്പം സ്വിഗ്ഗി, സൊമാറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനീസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ഡെഫിനറ്റ്ലി ഒരു 3 to 4 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഈ 3 to 4 റൗണ്ട് ഇൻ്റർവ്യൂ അവരെന്തൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളുടെ പോർട്ട്ഫോളിയോ. നിങ്ങൾ UI UX ജോബ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ. ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചുമ്മാ എവിടെന്നെങ്കിലും ഒരു പോർട്ട്ഫോളിയോ കോപ്പി ചെയ്ത് വെക്കരുത്. നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി അതിൽ നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് വേണം ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ പോർട്ട്ഫോളിയോ റെഫറൻസസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അത് റെഫറൻസ് ആയിട്ട് നിങ്ങൾ നോക്കുക.
നിങ്ങളുടേതായിട്ടുള്ളൊരു ഇൻപുട്ട് ഉണ്ടാവണം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ. അതായത് ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രോങ് പ്രോബ്ലം നമ്മുടേതായിട്ടുള്ള ആശയത്തിൽ, നമ്മുടേതായിട്ടുള്ള തിങ്കിങ് സ്കില്ല് യൂസ് ചെയ്ത് നമ്മുടെ പെർസ്പെക്റ്റീവിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുപോയതായിരിക്കണം ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പം റിയൽ ആയിട്ടുള്ളൊരു പ്രോബ്ലത്തിന് എടുക്കുക, അത് നിങ്ങളുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ സോൾവ് ചെയ്യാം, അതെങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ. അപ്പോൾ ഈ പോർട്ട്ഫോളിയോ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു റിക്രൂട്ടർ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും ആ പേഴ്സൺ ഇഷ്ടംപോലെ ആൾക്കാരുടെ പോർട്ട്ഫോളിയോ കണ്ടിട്ടുണ്ടാകും. ആ പോർട്ട്ഫോളിയോ എല്ലാം ഒരേപോലെ ഇരുന്ന അയാൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം കോപ്പി ഇടാന്നുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു പോർട്ട്ഫോളിയോ ഭയങ്കര വ്യത്യസ്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അയാൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ന്യൂ അല്ലല്ലോ, അയാൾ കുറേ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അയാൾക്ക് നല്ലപോലെ അറിയാം ഒരു യുണീക്ക് പോർട്ട്ഫോളിയോ എന്താണ്, കോപ്പി ചെയ്ത പോർട്ട്ഫോളിയോ എന്താണ്, നമ്മൾ ടെംപ്ലേറ്റ് ചുമ്മാ ഓൺലൈനിൽ എടുത്ത് വെച്ച് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ഏതൊക്കെയാണെന്നുള്ളത് സുഖമായി ആ ഒരു ഇൻ്റർവ്യൂവറിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യുണീക്കായിട്ട് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പ്രോപ്പറായി ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. ബിക്കോസ് അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു ഇൻ്റർവ്യൂവിലത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ക്രാക്ക് ചെയ്യുന്നത് പോർട്ട്ഫോളിയോയിലാണ്. അപ്പോൾ പോർട്ട്ഫോളിയോ സ്ട്രോങ് ആയി ബിൽഡ് ചെയ്യുക, അത് യുണീക്ക് ആയിരിക്കണം, നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ആ ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവണം. ഈ പോർട്ട്ഫോളിയോ പ്രസൻറ്റേഷൻ പോലത്തെയൊക്കെ ആയിരിക്കും നോർമലി ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ വരുന്നത്. നമ്മുടെ പോർട്ട്ഫോളിയോ ചെയ്തത് എങ്ങനെയായിരുന്നു, നമ്മളത് എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്തു എന്നുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും നോർമലി ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂലൊക്കെ വരുന്നുണ്ടാവുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനമായിരിക്കും. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ പോർട്ട്ഫോളിയോ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നോർമലി സെക്കൻഡ് റൗണ്ടൊക്കെ വരുന്നുണ്ടാവുന്നത് വൈറ്റ് ബോർഡ് ചലഞ്ചാണ്. ഈ വൈറ്റ് ബോർഡ് ചലഞ്ചിലും അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൺ സ്പോട്ട് ആയിട്ട് വന്ന് ഒരു ടോപ്പിക്ക് തരും. ആ ടോപ്പിക്ക് നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നത്, ആ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നത്, നമ്മുടെ ഡിസൈൻ തിങ്കിങ്, നമ്മുടെ ഡിസൈൻ പ്രോസസ്സ്, നമ്മുടെ പെർസ്പെക്റ്റീവ്സ്, ഇതെല്ലാം അനലൈസ് ചെയ്യുക, അവർക്ക് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ റൗണ്ടാണ് വൈറ്റ് ബോർഡ് ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മൾ നല്ല രീതിയിൽ നമുക്ക് തിങ്ക് ചെയ്ത് ഓർക്കാൻ പറ്റണം എങ്ങനെയായിരിക്കും ഒരു യൂസർ ഫ്ലോ വരുന്നത്, ആ ഒരു വയർ ഫ്രെയിം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ വേണം, പ്രോട്ടോടൈപ്പിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം അത് ഇരിക്കുന്നത്, അതെല്ലാം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം, തിങ്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതെല്ലാം ത്രൂ പ്രാക്ടീസ്, കോൺസ്റ്റൻ്റ്ലി ത്രൂ നമ്പർ ഓഫ് പ്രാക്ടീസ് ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്ലോ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ UI/UX ഇൻ്റർവ്യൂലൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്ത് ഒരുവിധം ഫ്ലോ, നിങ്ങൾക്കൊരു ഫ്ലോ, നമ്മൾ പറയത്തില്ല സംസാരിക്കുമ്പോൾ ഒരു ഫ്ലുവൻസി വേണമെന്ന് പറയുന്നത് പോലെ UI/UXൽ ആ ഒരു തിങ്കിങ് പ്രോസസ്സ്, ആ ഒരു ഫ്ലോയും ഉണ്ടാവണം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ആ ഫ്ലോ വരണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കുറേ ഇൻപുട്ട് പോയിന്റ്സ് വേണം. ആ ഇൻപുട്ട് പോയിന്റ്സ് എല്ലാം നിങ്ങൾ പല പല പ്രോജക്റ്റും പല പല കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഇത്രയും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർലി ഡെവലപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് പൊസിഷനിലത്തെ ഇൻ്റർവ്യൂ റൗണ്ട് വരെ ആദ്യമേ ക്ലിയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇതെല്ലാം ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു ജോബാണ്. ഈ ജോബെല്ലാം തന്നെ നമ്മുടെ പെർഫോമൻസ്, ഇൻ്റർവ്യൂവിലത്തെ പെർഫോമൻസ്, നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, നമ്മുടെ പോർട്ട്ഫോളിയോ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾക്ക് ഒരു ബെറ്റർ സാലറി ജോബ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ബെറ്റർ സാലറി ജോബിലേക്ക് കയറാൻ പറ്റും. സോ ഈ ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ മാത്രമായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ ട്രെയിനിങ് സെഷൻസ് മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം ഭയങ്കരമായിട്ട് വരുന്നില്ല. ബിക്കോസ് ഇതെല്ലാം ഒരു പാറ്റേൺ ഉണ്ട്. ഒരു ഇൻ്റർവ്യൂവിലത്തെ ആൻസേഴ്സ് പറയാനും, ഒരു ഇൻ്റർവ്യൂവിൽ എങ്ങനെയായിരിക്കണം UI/UXലത്തെ ഒരു പോർട്ട്ഫോളിയോ പ്രസൻറ്റേഷൻ ചെയ്യേണ്ടത്, നിങ്ങളത് എന്തൊക്കെ രീതിയിലാണ് പറഞ്ഞു പോകേണ്ടത്, ഒരു പോർട്ട്ഫോളിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കോമ്പോണൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വൈറ്റ് ബോർഡ് ചലഞ്ചിലത്തെ ഒരു ഇൻ്റർവ്യൂ റൗണ്ട് വരുമ്പം അതിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് പറഞ്ഞാണ് പോകേണ്ടത്. ഇപ്പോൾ 1 2 3 4 എന്നൊരു ഓർഡർ ഉണ്ടല്ലോ. അപ്പം അതുപോലെ ഒരു ഓർഡർ ഉണ്ട് നമുക്കൊരു ഇൻ്റർവ്യൂ പറയാനായിട്ട്, ഇൻ്റർവ്യൂവിലത്തെ ഓരോ കാര്യങ്ങൾ പറയാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ ട്രെയിനിങ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാം. ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ലിങ്ക് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഇൻ്റർവ്യൂ ട്രെയിനിങ്ങിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ. സോ ഇൻ്റർവ്യൂ ട്രെയിനിങ് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫ്രെയിം വർക്കാണ്. ആ ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് ഏത് ഇൻഡസ്ട്രിയിലത്തെ ഏത് ചലഞ്ച് അവർ ഇൻ്റർവ്യൂവിൽ തന്നാലും അതേ ഫ്രെയിം വർക്ക് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ലുക്കായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂവറിന് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ സെഷൻ അങ്ങനെയായിരിക്കും യൂസ്ഫുൾ ആവുന്നത്. ഈ പറഞ്ഞ UI/UX ഇൻഡസ്ട്രിയിലത്തെ സാലറി എന്നൊക്കെ പറയുന്നത് ഓരോ കമ്പനി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില കമ്പനീസിൻ്റെ അവരുടെ ഒരു കേപ്പബിലിറ്റി, അവരുടെ ഉള്ള പ്രോജക്ട്സ്, ചെറിയ കമ്പനിയാണോ വലിയ കമ്പനിയാണോ, എന്തൊക്കെ ഹ്യൂജ് പ്രോജക്റ്റ് അവർക്കുണ്ട്, അതിൻ്റെ ബേസിസിലായിരിക്കും ഡെഫിനറ്റ്ലി സാലറിയൊക്കെ വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ UI/UXലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും കോഡിങ്ങിലെല്ലാം തന്നെ നിങ്ങൾക്കൊരു ബെറ്റർ സാലറി ജോബിൽ, ഫ്രഷർ സാലറി അല്ലാത്ത ഒരു എക്സ്പീരിയൻസ് പൊസിഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ഒരു എക്സ്പോഷർ നിങ്ങൾ തനിയെ ഗെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സ്പീരിയൻസ് പൊസിഷൻ വേണമെങ്കിലും ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് ഈ പറഞ്ഞ എബ്രോഡിലത്തെ ജോബ്സൊക്കെ നമുക്ക് നോക്കാൻ പറ്റുമോ, എബ്രോഡിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള. പോസിബിൾ ആണ്. സോ ബേസിക്കലി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെല്ലാം നമുക്ക് നല്ല രീതിയിലുണ്ടെങ്കിൽ, നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല ജോബ്സും ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈവൻ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും എബ്രോഡിലത്തെ റിമോട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഇവിടെ ഇരുന്ന് തന്നെയാണ് ജോബ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് സ്ട്രോങ് പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നു, അവർ പ്രോപ്പർലി ട്രെയിൻഡ് ആയിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുവിധം നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം നിങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇന്റർനാഷണൽ ജോബ്സ്, എബ്രോഡ് ജോബ്സ് എല്ലാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും, റിമോട്ട് ജോബ്സ് നോക്കാൻ പറ്റും. ഇതെല്ലാം തന്നെ നമ്മുടെ ലിങ്ക്ഡിൻ, ഇൻഡീഡ് പോലത്തെ പ്ലാറ്റ്ഫോംസ് വഴി തന്നെയാണ് അവർ അപ്ലൈ ചെയ്തത്. നിങ്ങൾക്കും ആ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി എന്തൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്നുള്ളതും നിങ്ങൾക്കും അത് ത്രൂ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ കോമൺലി വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു ഫീൽഡ് ഇപ്പോൾ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടോ? AI ഒക്കെ വന്നില്ലേ? AI വന്നതോടുകൂടി തന്നെ കുറേ കാര്യങ്ങൾ AI യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് ബിൽഡേഴ്സ് ഒക്കെ AI-യുടെ ഉണ്ട്, നോ കോഡ് വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ UI-നെ അഫക്റ്റ് ചെയ്യുമോ, UI/UX എന്ന് പറഞ്ഞ ഫീൽഡിനെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇതേ ക്വസ്റ്റ്യൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീഡിയോയിൽ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. AI എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ വർക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ ഉള്ളൊരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ജോബ്സ് മുഴുവൻ കളയുക എന്നുള്ളതല്ല. ഇപ്പോൾ ഒരാൾ ഒരു ജോബ് ചെയ്യാൻ ഒരു 6 hours എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് AI-യുടെ ഹെൽപ്പോട് കൂടി അതൊരു 1 hourലോ 2 hourലോ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നമ്മുടെ വർക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കുക, സിംപ്ലിഫൈ ആക്കുക, എഫിഷ്യൻ്റ് ആക്കുക, ഇതൊക്കെയാണ് നമ്മുടെ AI-യുടെ ഒരു പർപ്പസ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും, AI ചുമ്മാ ഇരുന്ന് വർക്ക് ചെയ്യത്തില്ല. അത് ഒരു ഇൻപുട്ട് കൊടുക്കാനോ അത് എന്തെങ്കിലും അത് വർക്ക് ചെയ്യിപ്പിക്കാൻ എന്തായാലും ഒരു പേഴ്സൺ വേണമല്ലോ. AI തനിയെ വർക്ക് ആവത്തില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് AI യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഫീൽഡിനെ പറ്റി ഒന്നും അറിഞ്ഞുകൊണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജോബ് കുറച്ചും കൂടി സിംപ്ലിഫയർ ആക്കുന്നതാണ് ഈ പറഞ്ഞ AI ടൂൾസൊക്കെ. അതുകൊണ്ട് തന്നെ ജോബ്സ് ഭയങ്കരമായിട്ട് പോകത്തോ UI/UX ഒരു ജോബ് ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും വരത്തൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ജോബ് കുറച്ചും കൂടെ സിംപ്ലർ ആക്കും. പിന്നെ സാച്ചുറേറ്റഡ് ആണോ, കോമ്പറ്റീഷൻ എങ്ങനെയാണ്, എല്ലാ ഫീൽഡും പോലെ തന്നെയാണ് ഈ പറഞ്ഞ UI/UX. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണെങ്കിലും കോഡിങ്ങിലാണെങ്കിലും എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാർ പഠിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. ബട്ട് സാച്ചുറേഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രോപ്പറായിട്ടാണ് നിങ്ങൾ ട്രെയിൻ അയക്കുന്നത്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആ ഒരു UI/UX ജോബ് അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോബ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഒന്നും വരത്തില്ല. ഇപ്പോഴും എല്ലാത്തിനും പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾ പ്രോപ്പർലി ട്രെയിൻഡ് ആയിരിക്കണം, നിങ്ങൾ പ്രോപ്പർലി നോളജബിൾ ആയിരിക്കണം, നിങ്ങൾക്ക് പ്രോപ്പർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോബ് കിട്ടും. സോ അതിൻ്റെ ബേസിസിൽ ഒരു പ്രത്യേകിച്ച് ഒരു പേടിയോ അങ്ങനെയൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഏറ്റവും കോമൺ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ, ഞാനത് വിട്ടുപോയി, ഞാനിപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. ഏറ്റവും കോമൺ ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, കോഡിംഗ് അറിയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പം ഇതിൽ തന്നെ കുറേ പേര്, ഞാൻ ആദ്യം പറഞ്ഞു ആർക്കിടെക്ട്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, അവരൊക്കെ കോൺടാക്ട് ചെയ്തു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കോൺടാക്ട് ചെയ്തതാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് പഠിച്ച ആൾക്കാർ, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, ഇങ്ങനത്തെ കുറേ പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കോമൺ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കോഡിങ്ങിനോട് വലിയ താല്പര്യമില്ല, കോഡിങ് അവർക്ക് ഇഷ്ടമല്ല, പക്ഷേ അവർക്ക് IT ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിൽക്കണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് UI/UX നല്ലൊരു ഓപ്ഷനായി കണ്ടത്. എനിക്കിത് സ്യൂട്ടബിൾ ആണോ എന്നാണ് കോമൺലി എല്ലാവരും ചോദിച്ച ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞ UI/UXൻ്റെ അകത്ത് കോഡിങ് ഭയങ്കരമായിട്ട് വരുന്നില്ല. ഇനി എപ്പോഴാണ് കോഡിംഗ് വരുന്നതെന്ന് വെച്ചാൽ, കോഡിംഗ് അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ലെവലിൽ കോഡിംഗ് ചെയ്യണം, നിങ്ങളുടെ ജോബേ കോഡിംഗ് ആയിരിക്കും എന്നുള്ളതല്ല. നിങ്ങൾ ഈ UI/UXൻ്റെ ഹയർ ജോബ്സിലേക്ക് പോകുമ്പോൾ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് മാനേജർ റോളിലൊക്കെ നിങ്ങൾ എത്തുവാണെങ്കിൽ, ഒരു പ്രോഡക്റ്റ് മാനേജർ എന്ന് പറയുമ്പം, മാനേജർ റോൾ എന്ന് പറയുമ്പോൾ തന്നെ കുറേ പേരെ ഹാൻഡിൽ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതാണല്ലോ. ആ ടൈമിൽ നിങ്ങൾക്ക് കുറേ ഡെവലപ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, UI/UX ടീമിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ആ ടൈമിൽ ഒരു പ്രോഡക്റ്റ് മാനേജർ ഡെവലപ്പറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കോഡിംഗ് പെർസ്പെക്റ്റീവിലൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതിൻ്റെ മീനിങ് നിങ്ങൾ കോഡിംഗ് ചെയ്യണമെന്നുള്ളതല്ല, ബേസിക്സ് ഓഫ് എന്തെങ്കിലും കോഡിംഗ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാൻ പറ്റും. ആ ഒരു പർപ്പസിനായിരിക്കും കൂടുതലും ഈ ഒരു കോഡിംഗ് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും വരുന്നുണ്ടാവുന്നത്. അല്ലാതെ നോർമലി നമ്മൾ UI/UX ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫുൾ ഫിഗ്മയിലാണ് ചെയ്യുന്നത്, നമുക്കതിൽ ഭയങ്കര ഒരു കോഡിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ജനറിക് ആയിട്ട് നമ്മുടെ കോഴ്സിനെ പറ്റി എല്ലാവരും എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ പറ്റിയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് പറയാം. കഴിഞ്ഞൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് കോഴ്സിനെ പറ്റി ഒരു ഐഡിയ തരാം. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് പേഴ്സണൽ ട്രെയിനിങ് മാത്രമാണ്, നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് മാത്രമാണ് വരുന്നത്, പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് അല്ല, എല്ലാം ലൈവ് ആയിട്ടുള്ള 1-on-1 ട്രെയിനിങ് ആയിട്ടാണ് വരുന്നത്. ഞാനും വേറൊരു ടെക്നിക്കൽ പേഴ്സണും കൂടെ ആയിരിക്കും ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവുന്നത്. നമുക്ക് കറൻ്റ്ലി കോഴ്സ് വരുന്നത് 2 ഡ്യൂറേഷനിലാണ്. സോ ഈ ഡ്യൂറേഷൻ്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പോസിബിൾ ആവുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ ടൈം സ്ലോട്ടൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് പേഴ്സണൽ ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം കോഴ്സ് എന്നാണോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് നേരത്തെ പ്രീ ബുക്ക് ചെയ്യാം. നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോബബിൾ ടൈം നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു അവൈലബിലിറ്റി നമുക്ക് നിയറസ്റ്റ് ആയിട്ട് എപ്പോഴാണോ വരുന്നത് ആ ഡേറ്റ് തൊട്ടായിരുന്നു നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ബാച്ച് വൈസ് അല്ല, ഗ്രൂപ്പ് ക്ലാസ്സസ് ആണെങ്കിലല്ലേ നമ്മൾ ബാച്ച് വൈസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാച്ച് വൈസ് അല്ല, നമുക്ക് സ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ ഒരു അവൈലബിലിറ്റി വരുന്നത്. അപ്പോൾ ബാക്കി കോഴ്സ് എങ്ങനെയാണ്, കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓൾസോ നമ്മൾ ഈ കോഴ്സിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയും, നമ്മൾ ഈ പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കുന്നത് തന്നെ നിങ്ങളുടെ തിങ്കിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, നിങ്ങൾ ഒരു ബെറ്റർ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിൽ നിങ്ങളെ ഷോക്കേസ്
ഷോക്കേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ആംഗിളിലാണ് നമ്മൾ ഈ പേഴ്സണൽ ട്രെയിനിങ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോഴ്സിൻ്റെ അകത്ത് പല ടൈപ്പ് ഓഫ് ചാലഞ്ചസും നിങ്ങളുടെ തിങ്കിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഡിസൈൻ പ്രോസസ്സും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ ചാലഞ്ചസും ടാസ്കും അതെല്ലാമാണ് നമ്മൾ ഇതിനകത്ത് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആവും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ, നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എടുത്തിട്ടാണ് നമ്മളൊരു പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യുന്നത്. ആ പോർട്ട്ഫോളിയോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോബ് കിട്ടുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇൻ്റർവ്യൂ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ്റർവ്യൂ ട്രെയിനിങ്ങിനകത്ത് എങ്ങനെയൊക്കെയാണ് നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ ഇൻട്രാക്ട് ചെയ്യേണ്ടത്, എന്ത് ഫോമാറ്റ്, ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ, ഒരു ഫോമാറ്റ് ഉണ്ട് ആൻസർ ചെയ്യാനായിട്ട്. ആ ഫോമാറ്റ് എന്താണ്, എന്ത് ഫ്രെയിം വർക്കിലായിരിക്കണം നിങ്ങളൊരു ആൻസർ പറയേണ്ടത്, അങ്ങനത്തെ ഒരു ഫുൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസും അതെല്ലാം നമ്മൾ ഇൻ്റർവ്യൂ ട്രെയിനിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഈ ഇൻ്റർവ്യൂ ട്രെയിനിങ്ങും അതെല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസ് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തിട്ടുള്ളത്. സോ ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത സ്റ്റുഡൻസിന് എത്ര സാലറി കിട്ടി എന്നുള്ള ഡീറ്റെയിൽ എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം നോക്കാം. സോ ഇതാണ് നമ്മുടെ കോഴ്സിനെ പറ്റിയ ഒരു ഓവറോൾ ഐഡിയ. ഞാൻ കൂടുതൽ കോഴ്സിനെ പറ്റി പറയുന്നില്ല. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. വി വിൽ ഷെയർ മോർ ഡീറ്റെയിൽസ്. ഇതിലൊരു കാര്യം ഞാൻ നേരത്തെ സ്കിൽസ് പറയുമ്പോൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ നേരത്തെ സ്കിൽസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തിങ്കിങ് സ്കില്ല് വേണം, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ആ ബിസിനസ്സിനെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ബിക്കോസ് നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി, നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ് എന്താണെന്നുള്ള റിസർച്ച് ചെയ്യുക, അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെയാണ് UI/UXൽ ചെയ്തേക്കുന്നത്, ബിസിനസ്സിൻ്റെ ഒരു ഹൈലൈറ്റ് പോയിന്റ്സ് എല്ലാം നമുക്കൊന്ന് റിസർച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ ഡിസൈനിങ്ങിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഡെഫിനറ്റ്ലി ഉണ്ടാവണം. ബിക്കോസ് നമ്മളിപ്പോൾ ഓരോ ക്ലയൻറ്റിനോട് വർക്ക് ചെയ്യുമ്പം ഓരോ ക്ലയൻസും ഓരോ ബിസിനസ്സിനും ഓരോ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. എല്ലാത്തിലും നമുക്ക് ഒരേ സ്റ്റൈൽ ഓഫ് ഡിസൈനിങ്ങോ UI/UX നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ബിക്കോസ് ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റ് അനുസരിച്ചായിരിക്കും അതെല്ലാം മാറുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ്സിനെ പറ്റി മനസ്സിലാക്കുന്നതും ഇതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ക്ലയൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവും, അവരുടെ ഐഡിയാസ് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടാവും, അവരുടെ പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടാവും. ഇതെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു UI/UX ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുന്നത്. പിന്നെ ഇതിൽ ഞാൻ കോമൺലി കണ്ടുവരുന്ന ഒരു കാര്യം, ഞാൻ നേരത്തെ കോഴ്സ് ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നോർമലി വെളിയിലത്തെ കോഴ്സസ് എല്ലാം ഗ്രാഫിക് ഡിസൈനിങ് പ്ലസ് UI/UX എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. അതിൽ കൂടുതലും അവർ ഗ്രാഫിക് ഡിസൈനിങ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. UI/UX പറയുന്നുണ്ട്, പക്ഷേ അത് കൂടുതലും ഫിഗ്മയാണ്, ജസ്റ്റ് ഫിഗ്മയുടെ ബേസിക്സ് ആണ് പഠിപ്പിക്കുന്നത്. UXൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടോ UIൻ്റെ ഡീറ്റെയിൽ ആയിട്ടോ പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. അത് എനിക്ക് ഫീൽ ചെയ്തില്ല എന്ന് ഞാൻ പറയാനുള്ള റീസൺ വെച്ചാൽ നമുക്കിപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും തന്നെ നേരത്തെ വേറെ പല അക്കാഡമീസിൽ നിന്നും കോഴ്സ് എടുത്ത ആൾക്കാരാണ്. അവർക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയപ്പം നമുക്ക് മനസ്സിലായ കാര്യമാണ് കൂടുതൽ അവർ ഫോക്കസ് കൊടുത്തിരുന്ന ഗ്രാഫിക് ഡിസൈനിങ്ങിനായിരുന്നു. UI/UXൻ്റെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സോ ഡെഫിനറ്റ്ലി അവർ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തതും ആ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ആംഗിളിലാണ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിരിക്കുന്നത്. മോക്കപ്സും കുറേ മൊബൈൽ ഇമേജസും അതെല്ലാം വെച്ചിട്ടുണ്ട്, പക്ഷേ അത് മാത്രമല്ലല്ലോ പോർട്ട്ഫോളിയോ ആവുന്നത്. അതിൻ്റെ അകത്തൊരു പ്രോബ്ലവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സൊന്നും അതിൻ്റെ അത് കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് UI/UXലേക്ക് പോകാനാണെങ്കിൽ അത് UI/UX അത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുന്ന കാര്യം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ സെൽഫ് ലേൺ ചെയ്തൊരു വ്യക്തിയാണ്, ഞാൻ യൂട്യൂബൊക്കെ നോക്കി തനിയെ ഫിഗ്മ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഓൾറെഡി കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഫിഗ്മയൊക്കെ എനിക്ക് അറിയാം, പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കോമൺലി കുറേ പേര് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ബേസിക്കലി നിങ്ങൾ ഏത് ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആക്ച്വലി പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ ലെവൽസ് ഉണ്ട്. ഇപ്പം ഒരു ഡിസൈനർ നിൽക്കുന്ന ഓരോ ലെവൽസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. നിങ്ങൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത് എന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്താൽ മാത്രമേ നിങ്ങളിപ്പോൾ ഏത് ലെവലിൽ നിൽക്കുന്നു നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ലെവലിൽ ഏതാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഇത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീഡ്ബാക്കും എല്ലാം നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. മേ ബി ഫിഗ്മ അറിഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരു ജോബ് കിട്ടത്തില്ലല്ലോ. ഫിഗ്മ ഏത് എക്സ്റ്റെൻറ്റ് വരെ നിങ്ങൾക്ക് അറിയാം, ഏത് ലെവൽ വരെ അറിയാം, എന്തൊക്കെ ഫിഗ്മ വെച്ച് ചെയ്യാൻ അറിയാം എന്നുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ അത് ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിഗ്മ അറിയാം എന്നുള്ളതുകൊണ്ട് മാത്രം ജോബ് കിട്ടണമെന്നില്ല. നിങ്ങൾ എങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു, അവർ തരുന്നൊരു പ്രോബ്ലം നിങ്ങൾ എന്ത് സ്റ്റെപ്സ് ഒക്കെ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്നു, നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സ് അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്താൽ മാത്രമേ എവിടെയാണ് നിങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി സെൽഫ് ലേൺ ചെയ്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഓൾറെഡി കോഴ്സ് എടുത്തു, ജോബ് കിട്ടാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെക്നിക്കൽ ഇൻ്റർവ്യൂ സെഷൻ അറ്റൻഡ് ചെയ്യാം. സോ ആ ടെക്നിക്കൽ ഇൻ്റർവ്യൂ സെഷൻ വെച്ചിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഫീഡ്ബാക്കും തരാൻ പറ്റുന്നുണ്ടാവും. സോ അങ്ങനത്തെ കുറേ മെസ്സേജസ് വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ അടുത്ത് നമുക്ക് വീണ്ടും ഒരു കോഴ്സ് എടുക്കാൻ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ഒരു കോഴ്സ് എടുത്തു, നിങ്ങൾ ഓൾറെഡി ഫിഗ്മ പഠിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇനി വീണ്ടും ഞാനൊരു കോഴ്സ് സജസ്റ്റ് ചെയ്യുമ്പം വീണ്ടും കുറേ കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റഡ്ലി കേൾക്കേണ്ടി വരും. അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഈ ടെക്നിക്കൽ ഇൻ്റർവ്യൂ സെഷൻ വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്ത് എവിടേക്കാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്കത് തനിയെ വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. അല്ല നമ്മുടെ കോഴ്സ് എടുക്കുന്ന അപ്പോഴും റിക്വയർമെൻ്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. അപ്പോൾ ഇതും കോമൺലി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്.
ജോബ് കിട്ടുന്നില്ല, എനിക്ക് എങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും പഠിച്ചു, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു ആൻസർ കൊടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഓരോ പേഴ്സണും ഡിഫറൻ്റ് ആണ്, ഓരോരുത്തരും പഠിച്ചിരിക്കുന്ന രീതി ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്കൽ ഇൻ്റർവ്യൂ സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഓൾസോ ഹെൽപ്പ് ത്രൂ ദാറ്റ് വേ. അപ്പോൾ ഇതാണ് കോമൺലി നമുക്ക് UI/UXലത്തെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പം ഇതുപോലെ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിക്കുന്നു, UXനെ പറ്റി കൂടുതൽ അറിയണം, എന്താണ് അതിനകത്ത് പഠിക്കാനുള്ളത്, നമ്മുടെ കോഴ്സ് എങ്ങനെയായിരിക്കും, ജോബ് കിട്ടുന്ന എളുപ്പമാണോ, എന്തൊക്കെ സ്കിൽസ് വേണം, കോഡിംഗ് ഉണ്ടോ എന്നുള്ള കുറേ കോമൺ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തത്. ഐ ഹോപ്പ് ഈ UI/UX ഫീൽഡിൽ ഇനി വരാൻ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി UI/UX ചെയ്ത് ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാരോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഈ വീഡിയോയിൽ എന്തെങ്കിലും എലമെൻറ്റ്സ് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അഡ്രസ്സ് ചെയ്യാത്തതോ വേറെ എന്തെങ്കിലും ടോപ്പിക്സും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കമൻറ്റ് ചെയ്യാം. ഞാനത് നോക്കിയിട്ട് വേറൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ is useful. If it is useful, like this video and subscribe. We'll share more UI/UX and digital marketing contents in the coming days. Thank you.